ഇനി നാളത്തെ കാണും. ബാക്കി തുടർന്നിട്ടല്ലേ കാണുവാ. പക്ഷെ ഇന്ന് പോണ്ടേ, നമ്മള് സത്യസന്ധമായിട്ട് പറയണ്ടേ? സത്യസന്ധമായിട്ട് പറയണം. നാളെ നമ്മൾ പിന്നെ രാത്രി നമുക്ക് നോക്കാം കത്തുവാണ്. അപ്പൊ നമ്മളെ മരുമകളുടെ ഭർത്താവാണിത്. അപ്പൊ ഇവരെ വീടാണിത്. ഇതെല്ലാം നമ്മൾ കാണിച്ചു തരാം. വീട്ടിൽ കൂടുതൽ അടിച്ചു പൊളിക്കേണ്ട പരിപാടി അല്ലേ? വീട്ടിൽ കൂടുതൽ അടിച്ചു പൊളിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, കം ഓൺ. അപ്പോൾ പിന്നെ ഇവർ കോളേജിൽ നിന്ന് വരുന്നതാണ്. കോളേജിൽ ഞാൻ കൂട്ടാൻ വേണ്ടി പോയതാണ്. ഇവര് കോളേജിൽ വിട്ടിട്ട് വീട്ടിൽ കൂടേണ്ട ആള് വരുന്നുണ്ട് കേട്ടോ. നമ്മള് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടായിരുന്നു. നുസ്രത്ത് ആ, അതിന് മുമ്പ് എല്ലാരും ഇങ്ങ് ഇറക്കിയാൽ മതി പയ്യ. അതിന് മുമ്പ് എല്ലാരും ഇങ്ങ് ഇറക്കിയാൽ മതി. അപ്പോൾ എൻ്റെ പൊന്നു പോലത്തെ മരുവോള് വീട്ടിൽ കൂടലാണ് നാളെ. ഇതാണ് എൻ്റെ മരുവോള്. ഇതാണ് മരുവോള് നുസ്രത്ത്. ഇതാ ചൊങ്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മരുവനാണ്. ഇത് വേറൊരു മരുവന്. ഇത് വേറെ മരുവന്. ഇത് മരുവോള മരുവന്. അല്ല, മരുവോള മോന്. നമ്മളെ സ്വന്തം കരീം ഭായ്, പുന്നാടിൻ്റെ താരം കരീം. ജസീലാൻ ഇതെൻ്റെ പിന്നെ മരുവോളെ ഭാര്യയാണ്. ആ, ഇത് അതിൻ്റെ മൂത്ത മരുവൻ്റെ ഭാര്യ. ഇതാ ജസീല ഭായ്. അല്ല, സോറി, ഷബ്ന. ഇത് ജസീല. ഇതാണ് മരുമകൻ. ഇത് ഈ വീടിന്റെ മൊത്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്, വയറിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്. പിന്നെ രാത്രി നമുക്ക് നോക്കാം കത്തുവാണ്. കത്തുന്നുണ്ട് പറയുമ്പോൾ കത്തി. ഇത് വയറിങ്ങാരനും പിന്നെ ഏത് നിമിഷവും ഏത് പാതിരാത്രിക്കും വിളിച്ചു വരുന്ന മരുവനാണ്. കൂടെ നിന്ന് നോക്കിക്കുന്ന ഭാര്യയും. വീട്ടിൽ നിന്നും തള്ളിപ്പറയുന്ന ഏട്ടന്റെ ഭാര്യ. അപ്പൊ ഇവരെ 2-3 നാട്ടായി കാണിക്കുന്നത് എന്താ, ഇത് പിന്നെ നമ്മളെ മരുവനും മരുവന്റെ ഭാര്യയും. 3 മക്കളാടുണ്ട്. മക്കളെല്ലാം ഞാൻ കാണിച്ചു തരും. നീ നേരത്തെ ആരാ അടിച്ച? എങ്ങനെ ഇത് എൻ്റെ ഏട്ടൻ്റെ മോളാണ്. അല്ല, ഏട്ടൻ്റെ മോള്. ഇത് എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ മോളാണ്. ഇത് ഏട്ടൻ്റെ മോള്. പറ, അങ്ങോട്ട് നിന്നിട്ട് പറ. അങ്ങോട്ട് അങ്ങനെ ഇതാണ് നമ്മുടെ മരുമക്കളും. ഇതല്ല എന്നാ മക്കളെ പരിപാടി. അർച്ചിപ്പത്തിന് വരുന്നില്ല ഇനി. കോലപ്പോ നിങ്ങളെന്നെ തിന്ന് തീർത്തേക്കല മക്കളെ കേട്ടാ. നമ്മളൊരു കുട്ടീനെ പരിചയപ്പെടുത്തിയിട്ടാണ്. അങ്ങോട്ട് പോകും. കരയുന്ന കേട്ടോ. ഹേയ്, പൊണ്ണ
അതുണ്ട്. നിങ്ങളൊരു പണിയെടുക്കണ്ട, നിങ്ങളുടെ രണ്ട് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ നമ്മള് ഇനി നാളെ രാവിലെ വരും. വീട്ടിൽ കൂടല് വേണ്ടി നാളെ വരണ്ടേടാ. അപ്പൊ അല്ല അതെ, ഇനി നാളത്തെ ഒരു കാണും. ബാക്കി തുടർന്നിട്ടല്ലേ കാണുവാ. തുടർന്ന് പക്ഷെ ഇന്ന് പോണ്ടേ, നമ്മള് സത്യസന്ധമായിട്ട് പറയണ്ടേ. സത്യസന്ധമായിട്ട് പറയണം. നാളെ വീണ്ടും നമ്മളെടുത്ത്. അപ്പൊ ഓക്കെ, എന്തല്ല യൂട്യൂബിൽ തന്നെയല്ല. ആ എന്തുണ്ട്? ലൈവിൽ പോകുന്നതാണ്. ലൈവില്ല. എടേ എന്നിട്ട് ക്ലിയർ കുറച്ച് കുറവാ, എന്നാലും വീട്ടിൽ കൂടെ ഇവിടെ ക്ലിയർ ഉണ്ട്. അപ്പോൾ ഇവർ കോളേജിൽ നിന്ന് ഇപ്പോൾ വരുന്നത് അല്ല, അപ്പം നാളെയാണ് പോകേണ്ടതല്ലേ. എന്നാ ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ചോറ് എനിക്കും വേണ്ടേ? എന്നാ കുറച്ച് പറഞ്ഞ മോനെ, പിന്നെ എന്നാ വേണ്ട ഇനി? എന്തല്ല എല്ലാം കിടീൻ്റെ അറിയില്ല. നമ്മളായിട്ടുള്ള ബന്ധം അറിയില്ലേ? നമ്മളായിട്ട് ബന്ധം അറിയില്ലേ? എന്റെ മരുവോളം മോളാണ്. എല്ലാം ഓക്കെ അല്ലടാ മോനെ? ഇതുണ്ട് സുഖല്ലേ? ആരാ ബിരിയാണീൻ്റെ ആള്? നിങ്ങളാ? നിങ്ങളെ പേരെന്നാ? വീട് എവിടെയാ? കാക്കയങ്ങാട്ടുള്ള ആളാണ് നമ്മളെ ബിരിയാണിയെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചാനൽ കാണുന്നവരെല്ലാം കാക്കയങ്ങാട്ടുള്ള നമ്മളെ പേര് അഷറഫ് ഖാനെ വിളിക്കാം. റസീന അതിലിടയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. ആര്യ മോളെ? അന്ന് എന്നെ വിളിക്കാൻ പറ. ഓക്കെ ഓക്കെ. ജസീല നീ തിന്നാനേ മോളെ? മോക്ക് കൊടുക്കാനെല്ലാം വെറുതെ പറയുന്നില്ലേ? മെയ്ബൂട്ടിനും മെയ്ബൂട്ടിൻ്റെ ഫ്രണ്ട് എല്ലാവരും ഉണ്ട് ഇടാം. തൊയ്ബ് പുതിയ ഷർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ കൂടുതലായിട്ടുള്ള സ്പെഷ്യൽ ഷൂ വരെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ അപ്പാട് നേരത്തെ പോയി ഇപ്പം കാണാം. ആടിയുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കലാണ്. മറിയം സമയം 2 മണിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചോറ് കഴിക്കാൻ ഇരുന്നത്.
ഓ റിയ വാ നമുക്ക് പോവാ. ചോറ് തിന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹായ് എന്തല്ല പറയടാ. ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് എടുക്കാം. എന്നാ മൊഞ്ചായി നിന്നോ. എല്ലാരും ഭക്ഷണം കഴിക്കണം. ഇത് ക്ലിയർ ഇല്ല. അന്നത്തെ ഓള് പോയി. നമ്മള് ഡിഗ്രി സെക്കൻഡ് ഇയർ. പോവാ എന്നാല്. ഓളെ എടുക്കട്ടോളാം. സഫനെ എടുക്കാം. എന്തുണ്ട് റസാക്ക തട്ടല്ലേ മോനെ. വെള്ളം കൊടുത്ത് ഗ്ലാസ് കൊടുത്ത്. ഉപ്പയും മോനും വന്നേ. ഉപ്പ ചോറ് കൊടുക്കുമ്പോ മോനിതാ എന്തല്ല റഷീദ് വെറുതെ വെക്കുന്നുണ്ട്. ചോറ് തളുകി അടക്കം തിന്നണമെന്നുള്ള ഒരു രീതിയിലാണ് റഷീദ് ഉള്ളത്. ഇവര് ഇവിടെ രണ്ടാൾ ഒളിച്ചു വെക്കുന്നുണ്ട്. ആറിലുണ്ട് ഉയബള. ഒരു സിംഗിൾ കൊടുക്ക. കച്ചമ്പർ കൊടുക്ക. മോളെ അതാണ് പിള്ളേർ. പച്ചിയാ ഓനാടിയുണ്ട്, തുമ്പിലുണ്ട്. നമ്മളെ എന്തുണ്ട് സിബി നമ്മള് പോട്ടെ. കുട്ടികളെല്ലാം കിടന്നുറക്കാണ്. ഭാവിയിട്ട് കിടന്നുറങ്ങുന്നു. ഇവരെ ഷെഫിനെ നോക്കണ്ടേ, ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ യൂട്യൂബ് പഠിക്കാൻ ഇത് ജസീലിയാണ്, ഇത് ഷെഫിനെയാണ്. ഇന്നലെ പരിചയപ്പെടുന്നതിന് നമ്മളെല്ലാം പ്രായത്തിന് നമുക്കൊന്നും ഇങ്ങനെ ഒരു ഫോൺ നോക്കാൻ പോലും ഒരു ചാൻസ് കിട്ടിയില്ല. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഫോണിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ട് കാസർഗോഡേക്ക്. നിങ്ങൾ നീ വരുന്നില്ലല്ലോ? ഇന്ന് വരുന്നുണ്ടോ? നിങ്ങൾക്ക് പരീക്ഷയില്ല നാളാ? എന്നാൽ നമ്മൾ വരുന്നുണ്ടെങ്കിലും ഉമ്മാനൊക്കെ വരുക. അടുക്കടങ്ങനെ നോക്കാം. നമ്മുടെ നുസ്രത്താണിത്. ചോറുന്നാ നിങ്ങൾ കഴിച്ചാ? ഡ്രസ് കോഡ് ആക്കിയതാ? തിന്നേനാ? ഓള് തിന്നേന്.
ബൈനിനെല്ലാം കാണുന്നു. അല്ലടാ അത് ആണുങ്ങളെയാന്ന് തോന്നുന്നു ഇഷ്ടം. ഓനിക്ക് ആണുങ്ങളെ ഇഷ്ടം. അനക്കൊന്ന് അതുള്ള പേരുള്ള എല്ലാവർക്കും അതിന്റെ കുപ്പായം കറുത്ത കുറച്ച് അല്ലേ ഉമ്മ സൈറാന്റെ അല്ലാണ് റിഫ അതുള്ള പേരുള്ള എല്ലാവർക്കും ആമ്പിള്ളേരെ തന്നെ ഇഷ്ടം അനക്ക് തോന്നുന്നു. കാരണം സൈറാന്റെ കുട്ടി അങ്ങനത്തെ. ഉമ്മ എന്നാ പറയുന്നേ? ആ ഒപ്പരം അപ്പോൾ ഇവിടെ ആരെല്ലാം ഉണ്ട് ഗായ്സ്? അപ്പം വീട്ടിൽ കൂടലെല്ലാം കഴിഞ്ഞു. നുസ്രത്തെ ഇവിടെ പിന്നെ മറ്റേ മുഖമൊന്നും കാണിക്കൂല, ചെക്കന്മാരുടെ മുഖം കാണിക്കും. മോനെ എന്താ പേര്? അയാൻ. എന്താ മോളെ പേര്? എന്താ മോൻ്റെ പേര്? യാസീം. യാസീം. ഇതാണ് എൻ്റെ മരുമകളുടെ മകൾ എന്താണ് വെച്ചതെന്ന് നോക്കാം നമുക്ക്. ഓ മോളെ ഒന്ന് കഴിക്കാനല്ലോ. എന്നാ പുരിപ്പ കഴിക്കുന്നില്ല. കുറച്ച് ചോറ് തരണം, ബീഫും കൂടി കുറച്ച് ചോറ് തരണം ഗൈസ്. അപ്പം ഈ ചോറും കൂടി തന്നിട്ട് നമുക്ക് പോവാം. കുറച്ച് ചോറ്. അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിൽ കൂടെല്ലാം കഴിഞ്ഞ് ഒരു 2-3 ദിവസം ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ സമയം 3 മണിയാകുന്നു. അപ്പം ബീഫും ചോറും കൂടി, മരുമകളുടെ ബീഫും ചോറുമാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾക്കും കുറച്ച് ബീഫും ചോറും വന്നാലും ഇവിടുന്ന് കിട്ടും. വേറെ നമുക്ക് തണുത്തുകൊണ്ടാണ്. മരുമകളെ ഞാൻ കാണിച്ചു തരാം. മരുമകൾ ഇങ്ങോട്ട് വരും. മരുമകൾ വരുന്നില്ല. മരുമകളെ വിളിച്ചപ്പോൾ മരുമകൾ ഓടുകയാണ് ചെയ്തത്. ആരും അവിടെ പിന്നെ ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊന്നും വരാത്തവരാണ്. അവരുടെ കാണുമല്ലേ, സോഷ്യൽ മീഡിയയിൽ കാണും, പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരത്തില്ല. വരാത്തവരെ നമ്മൾ നിർബന്ധിക്കാൻ വേണ്ടി പാടില്ല. അതാ അങ്ങനെയല്ല വേണ്ടത്. ഓ ബീഫാറിനെ വെച്ചാൽ ഞാൻ ഒരു സംഭവമാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇതുപോലെ വെക്കണം. അടിപൊളി ബീഫാണ്. ഇവിടെ തേച്ച് കൂട്ടണം. അതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യം ഇതന്നെ. അതാ ഇവൻ്റെ അത്രയുള്ള ഗ്ലാസുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. നിങ്ങൾക്കത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.